ഹരേ കൃഷ്ണ. സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 4 16 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നലെ നമ്മൾ കേട്ടത്. അതിൽ ഭഗവാൻ പറയുന്നു, എന്താണ് കർമ്മം, എന്താണ് അകർമ്മം എന്നത് ബുദ്ധിമാന്മാരെ പോലും വിഭ്രമിപ്പിക്കുന്നതാണ്. കർമ്മത്തെപ്പറ്റി ഇനി ഞാൻ നിനക്ക് വിവരിച്ചു തരാം. അതറിഞ്ഞാൽ നീ അശുഭങ്ങളിൽ നിന്ന് മുക്തനാകും. കർമ്മത്തിൻ്റെ സങ്കീർണതകൾ ദുരാഗ്രാഹ്യമാണ്. അതുകൊണ്ട് കർമ്മം, വികർമ്മം അല്ലെങ്കിൽ നിഷിദ്ധ കർമ്മങ്ങൾ, അകർമ്മം എന്നിവയെക്കുറിച്ചെല്ലാം ഒരാൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുന്നവനാണ് മനുഷ്യരിൽ ബുദ്ധിമാൻ. എല്ലാത്തരം കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാലും അതീന്ദ്രിയ സ്ഥിതിയിലായിരിക്കും അയാൾ. ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാതെ, അതിന് ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുന്ന ഒരാളെ ജ്ഞാനി എന്ന് മനസ്സിലാക്കണം. ജ്ഞാനാഗ്നിയിൽ കർമ്മഫലങ്ങൾ എല്ലാം ഭസ്മീകരിച്ച പ്രവർത്തകനാണ് അദ്ദേഹമെന്ന് ഋഷീശ്വരന്മാർ പറയുന്നു. തൻ്റെ പ്രവൃത്തിയുടെ ഫലങ്ങളിൽ ആസക്തി കൂടാതെ സദാ സംതൃപ്തനായും സ്വതന്ത്രനായും ഇരിക്കുന്ന ഭക്തൻ എല്ലാവിധ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നുവെങ്കിലും കാമ്യകർമ്മങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല. 21 ശ്ലോകം. നിരാശീയത ചിത്താത്മാ ത്യക്ത സർവപരിഗ്രഹ ശാരീരം കേവലം കർമ്മ കൂർവൻ ന ആപ്നോതി കിൽബിഷം. നിരാശീയത ചിത്താത്മാ, നിരാശി നിഷ്കാമനായി, യാതൊന്നും ആഗ്രഹം ഇല്ലാതെ, ആശയില്ലാതെ, യഥ ചിത്താത്മാ മനോബുദ്ധികളെ അടക്കി, ചിത്തത്തെ അടക്കി അല്ലെങ്കിൽ ആത്മാവിനെ അടക്കി, മനോബുദ്ധികളെ അടക്കി, ത്യക്ത സർവപരിഗ്രഹ, ത്യക്ത സകലതും ത്യജിച്ച്, സർവപരിഗ്രഹ സകല ഉടമസ്ഥാവകാശ ബോധവും ത്യജിച്ചവനായി. നമുക്ക് എല്ലാവർക്കും ഉടമസ്ഥാവകാശ ബോധമുണ്ട്. എന്താ ഉടമസ്ഥാവകാശ ബോധം? ഈ എൻ്റേതാണ്, ഈ വീട് എൻ്റേതാണ്, ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരി ഞാനാണ്, ഈ മന്ത്രിസഭയുടെ പ്രധാനമന്ത്രി ഞാനാണ്. അങ്ങനെയുള്ള എല്ലാവർക്കും ഉടമസ്ഥാവകാശ ബോധം ഏറ്റവും താഴെ മുതൽ ഏറ്റവും വലുത് വരെയുണ്ട്. ഓഫീസിൻ്റെ മുഴുവൻ ചുമതലയും എനിക്കാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന സാധനങ്ങളെല്ലാം എൻ്റേതാണ്. ഒരു കുഞ്ഞു കൊച്ചു മുതൽ എല്ലാവർക്കും ഉള്ളതാണ് ഉടമസ്ഥാവകാശ ബോധം. പക്ഷേ ഇതെല്ലാം ഭഗവാന്റേതാണ്, നമ്മൾക്ക് വാടകയ്ക്ക് തന്നിരിക്കുന്നതാണ്, കുറച്ചു കാലം വരെ ഉപയോഗിക്കാൻ. അതിൻ്റെ വാടകയായി ഭഗവാന് നാമസങ്കീർത്തനങ്ങളിലൂടെയും ഭഗവത് ആരാധനയിലൂടെയും അതിൻ്റെ പലിശ കൊടുക്കണമെന്നുള്ള ബോധത്തോടു കൂടിയായിരിക്കണം നമ്മുടെ ജീവിതം. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഉടമസ്ഥൻ ഞാനല്ല, ഇതെല്ലാം വാടകയ്ക്ക് വേണ്ടി ഭഗവാൻ തന്നിരിക്കുന്നതാണ് എന്ന ബോധത്തോടു കൂടിയുള്ള ഒരു അവസ്ഥയിൽ നിഷ്കാമനായി, യാതൊന്നും ആഗ്രഹിക്കാതെ, ശാരീരം കേവലം കർമ്മ, ആത്മാവിനെ ശരീരത്തിൽ നിലനിർത്താൻ വേണ്ടി മാത്രം കർമ്മങ്ങൾ ചെയ്ത്, കൂർവാൻ ന ആപ്നോതി കിൽബിഷം, കൂർവാൻ അനുഷ്ഠിക്കുന്നതോടുകൂടി, ആപ്നോതി പ്രാപിക്കുന്നില്ല, കിൽബിഷം പാപഫലം പ്രാപിക്കുന്നില്ല. ഏത് കർമ്മമായാലും നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മത്തിൻ്റെയും കൂടെ ഒരു കങ്കാരുവിനെ പോലെ ഒരു സഞ്ചിയും കൂട്ടിയാണ് നമ്മൾ നടക്കുന്നത്. എപ്പോൾ കർമ്മം ചെയ്താലും അതിന് ഫലം ആഗ്രഹിച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കർമ്മഫലമെല്ലാം ഈ സഞ്ചിയിൽ ഇങ്ങനെ കങ്കാരുവിൻ്റെ കുട്ടി ഇരിക്കുന്ന പോലെ ഇങ്ങനെ സേവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ കർമ്മഫലങ്ങൾ ഒന്നുമില്ലാതെ, ഒന്നും ആഗ്രഹിക്കാതെ, ഇതൊന്നും എൻ്റേതല്ല എന്നുള്ള ബോധത്തോടു കൂടി ആണ് കർമ്മം ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ആശയില്ലാത്തവനായി ദേഹത്തെയും മനസ്സിനെയും നിയന്ത്രിച്ച് ആഗ്രഹങ്ങളെല്ലാം കൈവെടിഞ്ഞ് കേവലം ശരീരം നിലനിർത്തുന്നതിനുള്ള കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നവൻ പാപത്തെ അല്ലെങ്കിൽ ബന്ധങ്ങളെ പ്രാപിക്കുന്നില്ല എന്ന് പറയാം. എപ്പോഴും നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം യുധിഷ്ഠിര മഹാരാജാവിൻ്റെ കൊട്ടാരം വിട്ടുള്ള പോക്കാണ്. അദ്ദേഹം തൻ്റെ എല്ലാം ഉപേക്ഷിച്ച്, ഈ രാജ്യത്തിൻ്റെ രാജാവാണെന്നുള്ള ബോധമെല്ലാം ഉപേക്ഷിച്ച്, വളരെ വിസ്തൃതമായ സമ്പൽ സമൃദ്ധമായ രാജ്യം തൻ്റെ അനന്തരാവകാശിക്ക് കൈമാറി, ആരോടും യാതൊന്നും ഉരിയിടാതെ, യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളിലും ആഗ്രഹമില്ലാതെ, ഒരു കീറിയ തുണിക്കഷ്ണം മാത്രം ഉടുത്തുകൊണ്ട് അദ്ദേഹം പുറപ്പെടുകയാണ്. യാതൊന്നിലും ആഗ്രഹമില്ലാതെ തൻ്റെ ശരീരം മാത്രം നിലനിർത്തുന്നതിനുള്ള ഭക്ഷണം ആയിരുന്നു അദ്ദേഹം കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് പാപഫലം ഏൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ലോകത്തെ ഉപേക്ഷിച്ച് എന്നതിന് അർത്ഥമാക്കേണ്ട കാര്യമില്ല. ലോകം
എങ്ങനെയിരുന്നാലും തനിക്ക് മോക്ഷം മതി എന്നുള്ള ചിന്തയും വേണ്ട. ആ വിചാരങ്ങളെല്ലാം മാറ്റി നിർത്തി ഓരോരുത്തരും കർമ്മഫലങ്ങൾ അനുഭവിക്കണം. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അടച്ചുപൂട്ടുന്നത് ശ്രേഷ്ഠങ്ങളായ അവയോടുള്ള അനീതിയാണ്. എല്ലാവരും തന്നെ തങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റണം. ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഇന്ദ്രിയ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിയതിനു ശേഷം പിന്നീട് ഭഗവത് സേവനത്തിൽ മുഴുകി പൂർണ്ണമായും ഉടമസ്ഥാവകാശമെല്ലാം കളഞ്ഞ് തൻ്റെ കർമ്മങ്ങളെല്ലാം തന്നെ യാതൊരു കർമ്മഫലവും ആഗ്രഹിക്കാതെ ഭഗവാനിലേക്ക് ചേർക്കുകയാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ കർമ്മഫലങ്ങൾ ഇല്ലാതാവുകയും തനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന കർമ്മഫലങ്ങളെല്ലാം തന്നെ ജ്ഞാനാഗ്നിയിൽ കത്തിജ്വലിച്ച് പോവുകയും ചെയ്യും. ഇവിടെ ഭഗവാൻ അർജുനനോട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് അർജുനൻ എല്ലാം വിട്ട് ഉപേക്ഷിച്ച് പോകാനല്ല പറയുന്നത്. നീ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം, പക്ഷേ യാതൊരു വിധത്തിലും കർമ്മഫലം ആഗ്രഹിക്കരുത്. എന്നാൽ മോക്ഷം ലഭിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ വേറെ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക കാര്യം, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും, ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ഒരു പ്രവൃത്തി ചെയ്യുന്നു, ഇതൊന്നും ഞാനാണ് ചെയ്തത് എന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടാകരുത്. നമ്മൾ ഭഗവാന്റെ അംശമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഭഗവാനാണ് എന്നുള്ളൊരു ബോധം വേണം. നമ്മുടെ ഒരു കൈ അനങ്ങുന്നു, കാലനങ്ങുന്നു, അല്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ ഫ്ലൈറ്റ് വരുന്ന സമയത്ത് അതിനെ ആക്രമിക്കാനായിട്ടുള്ള ആ മനസ്സും ഊർജവും നമ്മളിൽ നിറയുന്നു. ഇതൊന്നും നമ്മളായിട്ടുണ്ടാക്കുന്നതല്ല അല്ലേ? ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഉടമസ്ഥ അവകാശം ഭഗവാനാണ്. ഭഗവാനാണ് തോന്നിപ്പിക്കുന്നത്. ഏത് രീതിയിലാണ് അതിനെ എതിർക്കേണ്ടത് എന്നുള്ള ബോധം മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ഭഗവാനാണ്. ഇത് ഞാൻ ചെയ്തു എന്നുള്ള ബോധമല്ല വേണ്ടത്. ഭഗവാന്റെ കഴിവുകൊണ്ട്, ഭഗവാന്റെ നിയന്ത്രണത്താൽ, ഭഗവാന്റെ പ്രേരണയാൽ ഞാൻ ചെയ്യപ്പെട്ടു എന്നുള്ള ബോധമാണ് ഒരാളിൽ ഉണ്ടാകേണ്ടത്. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. മനസ്സിനെയും ബുദ്ധിയെയും പൂർണ്ണമായും നിയന്ത്രിച്ച് തൻ്റെ സമ്പത്തിലും നേട്ടങ്ങളിലും ഉടമ അവകാശബോധം ഉപേക്ഷിച്ച് ജീവിതത്തിന് അത്യാവശ്യമായ കർമ്മങ്ങളിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജ്ഞാനിക്ക് കർമ്മത്തിൻ്റെ പാപഫലങ്ങൾ ഏൽക്കേണ്ടി വരില്ല എന്ന് പറയുന്നു. 22ാമത്തെ ശ്ലോകം, യദൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമസിദ്ധാ അസിദ്ധൗ ച കൃത്വാ അഭിന നിബധ്യതേ. യദൃച്ഛാലാഭസന്തുഷ്ടോ, വിചാരിക്കാതെ കിട്ടിയ ലാഭം കൊണ്ട് സന്തുഷ്ടനാകുന്നവൻ. എങ്ങനെയാണ് വിചാരിക്കാതെ അർജുനനൊരു ലാഭം കിട്ടിയത്? ഭഗവാൻ തന്നെ നേരത്തെ പറഞ്ഞു കൊടുത്തു അല്ലേ? എന്താ പറഞ്ഞു കൊടുത്തത്? യദൃച്ഛയാചോപവന്നം സ്വർഗധാരാമപാവൃതം സുഖിന ക്ഷത്രിയാ പാർത്ഥ ലഭന്തേ യുദ്ധമീദൃശം. പാർത്ഥ, യാദൃശ്ചികമായി ഇതുപോലെ ഒരു യുദ്ധത്തിന് അവസരം ലഭിക്കുന്ന ക്ഷത്രിയന്മാർ സന്തുഷ്ടരാണ്. എന്തെന്നാൽ സ്വർഗകവാടം അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് ഭഗവാൻ നേരത്തെ അർജുനനോട് പറഞ്ഞു കൊടുത്തിരുന്നു. ഇവിടെയും അതുപോലെ തന്നെയാണ്. യദൃച്ഛയാ കിട്ടിയിരിക്കുന്ന ഒരു ലാഭം കൊണ്ട് സന്തുഷ്ടനാകുന്നവൻ. ക്ഷത്രിയനായി കഴിഞ്ഞാൽ യുദ്ധം വെറുതെ ചെയ്യണമെന്നല്ല പറയുന്നത്. ധർമ്മത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നതിൽ യാതൊരു അപാകതയില്ല എന്നും അങ്ങനെ യുദ്ധം ചെയ്യുന്നവൻ മരണപ്പെട്ടാൽ പോലും സ്വർഗത്തിലെത്തുമെന്നും, ഇല്ല വിജയിക്കുകയാണെങ്കിൽ വീരപുത്രനായിട്ട് മാനിക്കുമെന്നുമാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത് അർജുനനെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാന്റെ കാര്യം അല്ലേ? വളരെ യാദൃശ്ചികമായിട്ടാണ് അദ്ദേഹത്തിന് അധാർമികരായ ശത്രുക്കളെ ഓടിക്കുന്നതിന് വേണ്ടി ഒരു അവസരം ലഭിക്കുന്നത്. ക്ഷത്രിയൻ എന്ന നിലയിൽ, യുദ്ധം ചെയ്യാനുള്ള പോരാളി എന്ന നിലയിൽ അദ്ദേഹം തൻ്റെ കർത്തവ്യം വളരെ ശക്തമായി നിർവഹിക്കുകയായിരുന്നു. അവിടെ തൻ്റെ ഭാര്യയെയോ ബന്ധുക്കളെയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെയോ എതിരെ വരുന്ന ആളിനെ വധിച്ചാൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത്, അവരുടെ വിഷമസ്ഥിതി എന്താണ് എന്നൊന്നുമല്ല ആലോചിക്കുന്നത്. അവിടെ തൻ്റെ പ്രജകളെ സംരക്ഷിക്കുക എന്നുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് കൈവന്നത് വിചാരിക്കാതെ കിട്ടിയ ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിനൊത്ത് അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് മാത്രം. ഇവിടെയും ഭഗവാൻ അർജുനനോട് പറയുന്നത് അതാണ്. ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് യാദൃശ്ചികമായി കിട്ടിയിരിക്കുന്ന ഈ അവസരം പൂർണ്ണമായും ഉപയോഗിക്കുവാനാണ് ഭഗവാൻ പറയുന്നത്. മാത്രമല്ല, ദ്വന്ദ്വാതീതോ വിമത്സരഃ, ശീതോഷ്ണ സുഖ ദുഃഖാദികളെ എല്ലാം സഹിക്കുന്നവനും അവയിൽ സന്തോഷവും സന്താപവും ഇല്ല എന്ന് മനസ്സിലാക്കി മതമാത്സര്യം കൂടാതെ ഇരിക്കുന്നവനും. ഇതും ഭഗവാൻ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലേ?
മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണസുഖദുഃഖദാഃ ആഗമാപായിനോ അനിത്യ സ്ഥാം സ്ഥിതക്ഷസ്വ ഭാരത. ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും മഞ്ഞുകാലത്തിൻ്റെയും വേനൽക്കാലത്തിൻ്റെയും വിഗതികൾ പോലെയാണ് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തിരുന്നു. അതിലൊന്നും യാതൊരു തരത്തിലും ഇന്ദ്രിയ അനുഭൂതികളിൽ നിന്ന് അവയിൽ നിന്ന് മുക്തനാകാൻ, അസ്വസ്ഥനാകാതെ പഠിക്കണമെന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളിലൊന്നും ബദ്ധനാകാതെ സമാസിദ്ധാസിദ്ധൗച, അന്നാദികൾ കിട്ടിയില്ലെങ്കിൽ പോലും ഹർഷ വിഷാദങ്ങളോടുകൂടി ഇരിക്കുന്നവനുമായ കൃത്വ അഭിനനിബന്ധ്യതേ, വിഹിതമായതോ സ്വാഭാവികമായതോ ആയ കർമ്മങ്ങൾ ചെയ്താലും അത് ബന്ധത്തെ പ്രാപിക്കുന്നില്ല. അങ്ങനെയുള്ളവൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഒന്നും യാതൊരു തരത്തിലും കർമ്മഫലം ഉളവാക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ ബദ്ധനാകാതെ അതീന്ദ്രിയ ജ്ഞാനത്തിൽ പൂർണ്ണമായി സ്ഥിതി ചെയ്യുന്നവരുടെ കർമ്മങ്ങൾ ദിവ്യതയിൽ വിലയം പ്രാപിക്കുന്നു എന്ന് പറയുന്നു. പരംപുരുഷനായിട്ടുള്ള ഭഗവാനെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയാണ് താൻ ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാം എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് അയാളുടെ പ്രവർത്തനങ്ങളെല്ലാം യജ്ഞങ്ങളായി തീരുകയാണ്. അവയിൽ നിന്നുള്ള പ്രതികരണങ്ങളും അതീന്ദ്രിയതയിൽ ലയിക്കുന്നതിനാൽ അയാൾ ഭൗതിക ഫലങ്ങളാൽ കഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇവിടെ അർജുനനെ. 23 ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിതാ ചേതസ യജ്ഞായ ആചരതാ കർമ്മ സമഗ്രം പ്രവിലീയതേ. ഗതസംഗസ്യ മുക്തസ്യ, രാഗാദിയിൽ നിന്ന് അല്ലെങ്കിൽ നിഷ്കാമനായിട്ടുള്ള പ്രകൃതി ഗുണങ്ങളോട് സംഘരഹിതനായിരിക്കുന്ന, കാമ ക്രോധാദിയിൽ നിന്ന് വിട്ടവനായിരിക്കുന്ന, അതാണ് ഗതസംഗസ്യ മുക്തസ്യ. മുക്തസ്യ കാമക്രോധ ആഗ്രഹങ്ങളിൽ നിന്നെല്ലാം മുക്തനായിരിക്കുന്ന ഒരാൾ. സംഘങ്ങൾ ഇല്ലാതെ എന്ന് പറയുമ്പോൾ സത്സംഗങ്ങളില്ലാതെ എന്നുള്ളതല്ല അർത്ഥമാക്കേണ്ടത്. മറ്റുള്ള വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിച്ചിരിക്കുന്ന ഒരുത്തൻ ജ്ഞാന അവസ്ഥിത ചേതസ, ജ്ഞാനത്തിൽ സ്ഥിരമായി മനസ്സോട് കൂടിയവനായിട്ടുള്ള അവൻ യജ്ഞായ ആചരതാ കർമ്മ, ഭഗവാനിൽ അർപ്പിതമായി കർമ്മം ചെയ്യുന്നവൻ്റെ സമഗ്രം പ്രവിലീയതേ, കർമ്മങ്ങൾ മുഴുവനായും അല്ലെങ്കിൽ വാസന സഹിതം അല്ലെങ്കിൽ പലിശ സഹിതം അല്ലെങ്കിൽ ഫലസഹിതം, അതാണ് സമഗ്രം. സമഗ്രം പ്രവിലീയതേ, നശിച്ചു പോകുന്നു. അല്ലെങ്കിൽ അയാൾ അകർമ്മഭാവത്തെ പ്രാപിക്കുന്നു. താൻ എന്തൊക്കെ കർമ്മഫലങ്ങളാണോ കൊണ്ടുവന്നത്, സഞ്ചിത കർമ്മങ്ങളായും ഈ ജന്മത്തിലുണ്ടായിരുന്ന കർമ്മങ്ങളായും കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ കർമ്മഫലങ്ങളും നിഷ്കാമനായി പ്രകൃതി ഗുണങ്ങളോടുള്ള നാശരഹിതമായി പ്രവർത്തനം മൂലം കാമ ക്രോധത്തിൽ നിന്ന് മോക്ഷനായി ജ്ഞാനത്തിൽ സ്ഥിരമായി മനസ്സോടുകൂടിയവനായി ഇരിക്കുമ്പോൾ ആ കർമ്മങ്ങളെല്ലാം ഭഗവാനിൽ അർപ്പിതനായി ചെയ്യുന്ന സമയത്ത് തൻ്റെ ജ്ഞാനത്താൽ കർമ്മഫലങ്ങളെല്ലാം തന്നെ നശിച്ചു പോകുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. സകല സംഘങ്ങളിൽ നിന്നും നിവർത്തിച്ചവനും ധർമ്മ അധർമാദി ബന്ധങ്ങളിൽ നിന്ന് നിവർത്തിച്ചവനും ജ്ഞാനത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന മനസ്സോടുകൂടിയവനും ഭഗവാനിൽ പൂർണ്ണമായും അർപ്പിച്ച് കർമ്മം ആയവൻ്റെ കർമ്മങ്ങൾ ഫലത്തോടുകൂടി നശിച്ചു പോകുന്നു. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ പല സമയത്ത് പ്രത്യേകിച്ചും വേനൽക്കാലങ്ങളിൽ ആകാശത്ത് കാർമേഘങ്ങൾ കൂടുന്നത് കാണാം അല്ലേ? ആ കാർമേഘത്തിൻ്റെ ഉള്ളിലെല്ലാം അതിൻ്റെ ഫലമായിട്ടുള്ള ജലവുമുണ്ട്. കാർമേഘത്തിൻ്റെ ഉള്ളിലെ ഫലമാണ് ജലം. ഇത് മഴ പെയ്യുമെന്ന് തോന്നിച്ചാലും പലപ്പോഴും സൂര്യൻ്റെ രശ്മികളാൽ ഈ കാർമേഘങ്ങളെല്ലാം വീണ്ടും ആവിയായി ആകാശത്ത് തന്നെ അലിഞ്ഞു ചേരുകയാണ്. ഇവിടെയും നമ്മുടെ കർമ്മത്തിൻ്റെ ഫലങ്ങൾ മഴത്തുള്ളികളായി നമ്മളിൽ നിറയുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്താണ് നമ്മുടെ ജ്ഞാനത്തിൻ്റെ ചൂടുകൊണ്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന കർമ്മഫലങ്ങൾ എല്ലാം തന്നെ ആവിയായി, ജ്ഞാനത്താൽ ആവിയായി ഏകത്വം ഭാവിച്ച്, എങ്ങനെയാണോ ആകാശവും മേഘവും ഒന്നായത് എന്നതുപോലെ ഏകഭാവത്തിൽ ഏകത്വം മൂലം ആകാശത്തിൽ അലിഞ്ഞു ചേരുന്നത് പോലെ കർമ്മഫലങ്ങൾ എല്ലാം തന്നെ ആത്മാവിൽ അലിഞ്ഞ് ചേരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കർമ്മഫലങ്ങൾക്ക് പൂർണ്ണമായ നാശം സംഭവിക്കുന്നു. 24 ശ്ലോകം നോക്കാം. കൂടുതലും ബ്രാഹ്മണർ ആഹാര സമയത്ത് ചൊല്ലുന്ന ഒരു ശ്ലോകമാണിത്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാകാം, പക്ഷേ അർത്ഥം പൂർണ്ണമായും മനസ്സിലായിട്ടുണ്ടാവില്ല. ശ്ലോകം നോക്കാം.
ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹൂതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി, അഗ്നിയിൽ എന്താണോ അർപ്പിക്കുന്നത് അതും ബ്രഹ്മമാണ്. നമ്മൾ ശ്രീമദ് ഭാഗവതം നോക്കുന്ന സമയത്ത് കുറച്ച് നാളുകൾക്ക് മുൻപ് ബ്രഹ്മദേവൻ പറയുകയുണ്ടായി, താൻ ഭഗവാന്റെ നാഭിയിൽ നിന്നും വന്ന താമരപ്പൂവിൽ നിന്നും പൂജാതനായതിനു ശേഷം ഈ ലോകത്തിൽ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നും ഭഗവാന് വേണ്ടി യജ്ഞം നടത്തുന്നതിന് പോലും സാധന സാമഗ്രികൾ അദ്ദേഹത്തിൽ നിന്നു തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് നിർമ്മിച്ചത് എന്നും പറയുകയുണ്ടായി. ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്തെല്ലാം സാധനങ്ങളാണോ ബ്രഹ്മ ഹവിസിന് വേണ്ടി ഉപയോഗിക്കുന്നത്, അഗ്നിയിൽ എന്താണോ അർപ്പിക്കുന്നത് അതും ബ്രഹ്മമാണ്. എല്ലാം ബ്രഹ്മമാണല്ലേ. വദന്തി തത്വവിദസ്തത്വം യ ജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനീതി ശബ്ദതേ. എല്ലാം ബ്രഹ്മമാണ്. ഭഗവാൻ എന്ന് പറഞ്ഞാലും ബ്രഹ്മം എന്ന് പറഞ്ഞാലും പരമാത്മാവെന്ന് പറഞ്ഞാലും എല്ലാം ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ട് ഈ വരിയിൽ പറയുന്നത് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി, എന്താണോ അഗ്നിയിൽ അർപ്പിക്കുന്നത് അതും ബ്രഹ്മം. ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹൂതം, ബ്രഹ്മാഗ്നിയിൽ ബ്രഹ്മമാകുന്ന യജ്ഞകർത്താവിനാൽ ഹോമിക്കപ്പെടുന്ന ക്രിയയും ബ്രഹ്മം. എന്ത് പ്രവർത്തനമാണോ അവിടെ ചെയ്യുന്നത് അതും ബ്രഹ്മമാണ്. ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മസമാധിന. ബ്രഹ്മകർമ്മസമാധിന, ബ്രഹ്മമാകുന്ന ഈ കർമ്മത്തിൽ ഏകാഗ്ര മനസ്സോടുകൂടി പ്രാപിക്കപ്പെടേണ്ടത് എന്താണോ അതും ബ്രഹ്മം. ബ്രഹ്മൈവ തേന ഗന്ധവ്യം. യജ്ഞത്തിൽ ഏത് വസ്തു കൊണ്ടാണോ, നമ്മൾ എന്തുകൊണ്ടാണോ യജ്ഞത്തിലേക്ക് നെയ്യ് അരി മുതലായ ദ്രവ്യങ്ങളെ ഹോമിക്കുന്നുവോ ആ വസ്തുവും, അതുപോലെ തന്നെ നെയ്യ് അരി പോലുള്ള ഹോമിക്കപ്പെടുന്ന വസ്തുവും ബ്രഹ്മമാണ്. ബ്രഹ്മമാകുന്ന അഗ്നിയിൽ ബ്രഹ്മമാകുന്ന യജ്ഞകർത്താവിനാൽ ഹോമിക്കപ്പെടുന്നു എന്ന ക്രിയയും ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മമാകുന്ന യജ്ഞകർമ്മത്തിൽ സമചിത്തനായവനാൽ പ്രാപിക്കപ്പെടേണ്ടതും ബ്രഹ്മമാണ്. അതായത് ഏത് ചെയ്യപ്പെടുന്ന ആൾ ബ്രഹ്മമാണ്, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ബ്രഹ്മമാണ്, എന്താണോ അർപ്പിക്കുന്നത് അതും ബ്രഹ്മമാണ്. ഈ പ്രവൃത്തിയുടെ ഉദ്ദേശവും ബ്രഹ്മം തന്നെയാണ്. സകലതും ബ്രഹ്മമയം. ഇത് ഒരു ഹോമമാണെന്നോ താനാണ് ഹോമം നടത്തുന്നത് എന്നോ അതിൽ ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഹോമിക്കപ്പെടുന്നതോ എന്നോ ഉള്ള ഭേദവിചാരം അയാളുടെ ബോധമനസ്സിൽ ഉണ്ടായിരിക്കാതെ ഹോമദ്രവ്യങ്ങളും മറ്റു ഉപകരണങ്ങളും മന്ത്രോച്ചാരണങ്ങളും എല്ലാം തന്നെ ശാശ്വതമായ പരബ്രഹ്മ സ്വരൂപത്തോടു കൂടിയാണ് എന്ന് വിശ്വസിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ ബ്രഹ്മമാകുന്നു. സാധാരണ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ ഈ ശ്ലോകം ആഹാരത്തിന് മുൻപ് ഉരുവിടാറുണ്ട്. അതിൻ്റെ ഭാവം ഭക്ഷണപദാർത്ഥവും അത് കഴിക്കുന്ന ആളും ഉള്ളിലുള്ള ജഠരാഗ്നിയും അതിൽ നിന്ന് ലഭിക്കുന്ന പോഷകവും ശരീരവും എല്ലാം ബ്രഹ്മമാണ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ശ്ലോകം ചൊല്ലുന്നത്. ഈ ആഹാര സമർപ്പണം കൊണ്ട് സാധിക്കേണ്ടത് സ്വാദ് അനുഭവിക്കലല്ല, മറിച്ച് ബ്രഹ്മ സായുജ്യമാണ് ആ ആഹാര സമർപ്പണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഭാവനയിൽ ഊണ് കഴിക്കുന്ന ഒരാൾ ആഹാരം കഴിക്കുക അല്ല ചെയ്യുന്നത്, അയാൾ ഒരു ആഹാര യജ്ഞമാണ് നടത്തുന്നത്. ബ്രഹ്മം എന്നാൽ ആത്മീയം. ഭഗവാന്റെ ദിവ്യ ശരീരത്തിൻ്റെ കിരണങ്ങളാണ് ബ്രഹ്മജ്യോതിസ്. എന്നാൽ ഇത് മായ കൊണ്ടോ ഇന്ദ്രിയ വിഷയങ്ങൾ കൊണ്ടോ മറയ്ക്കപ്പെടുമ്പോൾ അത് ഭൗതികതയായി മാറുകയാണ്. മോക്ഷത്തിലേക്ക് ഉള്ള മാർഗത്തിന് തടസ്സമായി നിൽക്കുന്ന വൈറസാണ് ഈ ഭൗതികത. ഈ ഭൗതികതയെ ഇല്ലാതാക്കി, ഇന്ദ്രിയ വിഷയങ്ങളോടുള്ള താല്പര്യം ഇല്ലാതാക്കി ആത്മീയമായി അടുക്കുന്നതിനുള്ള ഏക ആൻറ്റിബയോട്ടിക്കാണ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കലിയുഗത്തിലെ യജ്ഞമായിട്ടുള്ള നാമ സങ്കീർത്തനം അല്ലെങ്കിൽ നാമ ജപം. ഭൗതികതയിൽ മുഴുകിയ മാലിന്യങ്ങളാൽപ്പെട്ട ആത്മാവിന് മായയിൽ മുങ്ങിയിരിക്കുകയാണ് താൻ എന്ന് മനസ്സിലാവുകയും അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഏക ഔഷധമായ ഭഗവാന്റെ നാമജപമാണ് എന്ന് അറിയുകയും ചെയ്യുകയാണ് ഏറ്റവും ഉത്തമമായ കാര്യം.
കാറും കോളും നിറഞ്ഞിരിക്കുന്ന നമ്മുടെ ഉൾവശത്തെ അന്തരീക്ഷത്തിനെ ശാന്തമാക്കുന്നതിനുള്ള ഏറ്റവും ഉചിതമായ മാർഗം, അതിനെ ആത്മീയമാക്കാനുള്ള ഉചിതമായ മാർഗം എന്ന് പറയുന്നത് നാമജപം തന്നെയാണ്. വേറെ യാതൊരു മരുന്നും അതിനില്ല. 25-ാമത്തെ ശ്ലോകം. ദൈവം യേവ അപരേ യജ്ഞം യോഗിന പര്യുപാസതേ ബ്രഹ്മാഗ്നായേവ അപരേ യജ്ഞം യജ്ഞേന ഏവ ഉപജുഹ്വതി. ദൈവം ഏവ അപരേ യജ്ഞം, മറ്റുള്ള ദേവന്മാരെ ചില കർമ്മയോഗികൾ യോഗിന പര്യുപാസതേ, യജ്ഞത്തെ ശ്രദ്ധയോടെ അനുഷ്ഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചില യോഗികൾ വിവിധ യജ്ഞങ്ങളാൽ ദേവന്മാരെ യഥാവിധി ആരാധിക്കുന്നു. ബ്രഹ്മാഗ്നായേവ അപരേ യജ്ഞം, വേറെ ചില യോഗികൾ ബ്രഹ്മരൂപമായ അഗ്നിയിൽ യജ്ഞേന ഏവ ഉപജുഹ്വതി, മുൻ പറയപ്പെട്ട ബ്രഹ്മാർപ്പണം നടത്തുന്നു. ചില കർമ്മയോഗികൾ ദേവന്മാരെ ഉദ്ദേശിച്ച് തന്നെ യജ്ഞം ശ്രദ്ധയോടെ ചെയ്യുന്നു. മറ്റു ചില യോഗികൾ ബ്രഹ്മാർപ്പണം മുതലായ യജ്ഞ ഉപായത്താൽ യജ്ഞത്തെ അല്ലെങ്കിൽ ആത്മാവിനെ ബ്രഹ്മരൂപമായിരിക്കുന്ന അഗ്നിയിൽ ഹോമം ചെയ്യുന്നു. ദേവന്മാർക്കായുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ചിലരുണ്ട്. ഭഗവാന്റെ അവ്യക്തഗത ഭാവത്തെ അല്ലെങ്കിൽ പരബ്രഹ്മത്തെ യജ്ഞങ്ങൾ കൊണ്ട് ഉപാസിക്കുന്നവരുണ്ട്. പല വിഭാഗങ്ങളായി പലതരത്തിലുള്ള യജ്ഞങ്ങളുണ്ട്. പലതരത്തിലുള്ള യജ്ഞകർത്താക്കൾ ചെയ്യുന്ന പല വിഭാഗങ്ങളിലുള്ള യജ്ഞകർമ്മങ്ങൾ എല്ലാത്തിലും ഒന്നു മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ എല്ലാം തന്നെ വാസ്തവത്തിൽ യജ്ഞമെന്നുകൂടി പേരുള്ള ഭഗവാന്, വിഷ്ണു ഭഗവാനെ പ്രീണിപ്പിക്കാനുള്ളവയാണ് എല്ലാ യജ്ഞങ്ങളും എന്നാണ് പറയുന്നത്. ഈ പല വിധത്തിലുള്ള യജ്ഞങ്ങളെ മുഖ്യമായും രണ്ടായി തരംതിരിക്കാം. ഒന്ന് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയുള്ള യജ്ഞങ്ങൾ, മറ്റൊന്ന് അതീന്ദ്രിയ ജ്ഞാനത്തിനായുള്ള യജ്ഞം. ചിലപ്പോൾ ക്ഷണികങ്ങളായ സുഖ അനുഭവങ്ങൾക്ക് വേണ്ടി, ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി ഇന്ദ്രൻ, സൂര്യൻ മുതലായ ദേവന്മാരെ സ്വന്തം ഭൗതിക സമ്പത്തുകളാൽ യജിക്കുന്ന ആളുകളുണ്ട്. അതാണ് ഭൗതികതയ്ക്ക് വേണ്ടി, ഭൗതിക സമ്പത്തിനായി ചെയ്യുന്ന യജ്ഞങ്ങൾ. വേറൊരു കൂട്ടർ യാതൊരു തരത്തിലുള്ള ആഗ്രഹങ്ങളുമില്ലാതെ, കർമ്മഫലങ്ങൾ ആഗ്രഹിക്കാതെ ഭഗവാനിൽ മാത്രം മനസ്സ് കേന്ദ്രീകരിച്ച് ചെയ്യുന്ന നാമജപ യജ്ഞങ്ങൾ. ഭഗവാൻ ഈ ശ്ലോകങ്ങളെല്ലാം അർജുനനെ കേൾപ്പിക്കുന്നത് പൂർണ്ണമായും അർജുനന്റെ എല്ലാവിധത്തിലുള്ള വിഷമങ്ങളും പുറത്തേക്ക് മാറ്റി പൂർണ്ണമായും തൻ്റെ നിർദ്ദേശാനുസരണം കർമ്മത്തിൽ ഏർപ്പെടൂ, അങ്ങനെയാണെങ്കിൽ മോക്ഷം ലഭിക്കും എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും വിശദമായ കാര്യങ്ങളെല്ലാം തന്നെ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അർജുനന്റെ എല്ലാവിധ വിചാരങ്ങളും മനസ്സും ഭൗതിക സമ്പത്തും സർവവും എല്ലാം തന്നെ ഭഗവാനിൽ അർപ്പിച്ച് പൂർണ്ണമായ ഉത്തമ യോഗിയായി തന്നെ ഭഗവാനിൽ അർപ്പിച്ച് തൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുവാനാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത് ഈ ശ്ലോകത്തിലൂടെ. ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ഹരേ കൃഷ്ണ.